ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭാഗവത മാഹാത്മ്യം തുടരുന്നു. ജ്ഞാനവൈരാഗ്യന്മാരെ പ്രബോധിപ്പിക്കുവാൻ ഉപകരിക്കുന്നതായ സൽക്കർമ്മം എന്തായിരിക്കുമെന്ന് അറിയാതിരുന്ന നാരദമുനി ബദരീവനത്തെ പ്രവേശിച്ച് ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളുടെ കല്യതാപ്രാപ്തിക്ക് ഉപകരിക്കുന്ന ഉപായം ലഭിപ്പാനായിക്കൊണ്ട് അവിടെ തപസ് ചെയ്യുവാൻ നിശ്ചയിച്ചു. തപസ്സിനു വേണ്ട സാധനങ്ങളെല്ലാം ശേഖരിച്ച് തപസ്സിൽ ഏർപ്പെടുന്നതിന് മുമ്പ് തന്നെ സനകാദികളായ മുനീശ്വരന്മാരെ മുൻഭാഗത്ത് വന്നതായിട്ടു കണ്ട് കോടിസൂര്യ സമാനമായ ശോഭയോടുകൂടിയ അവരോട് മുനികളിൽ വെച്ച് ഉത്തമനായ നാരദൻ പറഞ്ഞു: താവദ്ദർശപുരതഃ സനകാദ്യാൻ മുനീശ്വരാൻ കോടിസൂര്യസമാഭാസാൻ ഉവാച മുനിസത്തമഃ. നാരദ ഉവാച: ഇദാനീം ഭൂരിഭാഗ്യേന ഭവദ്ഭിः സംഗമസ്ഥിതഃ കുമാര വദതാം ശീഘ്രം കൃപാം കൃത്വാ മമോപരി. ഭവന്തോ യോഗിനഃ സർവേ ബുദ്ധിമന്തോ ബഹുശ്രുതാഃ പഞ്ചകായന സംയുക്താഃ പൂർവേഷാമപി പൂർവജാഃ സദാ വൈകുണ്ഠനിലയാഃ ഹരികീർത്തനതത്പരാഃ ലീലാമൃതരസോന്മത്താഃ കഥാമാത്രൈകജീവിനഃ. ഹരിശരണമേവം ഹി നിത്യം യേഷാം മുഖേ വചഃ അധഃ കാലസമാദിഷ്ടാ ജരായുഷ്മാൻ ന ബാധതേ. യേഷാം ഭ്രൂഭംഗമാത്രേണ ദ്വാരപാലൗ ഹരേ പുരാ ഭൂമൗ നിപതിതൗ സദ്യോ യത്കൃപാദപുരം ഗതൗ. അഹോ ഭാഗ്യസ്യ യോഗേന ദർശനം ഭവതാമിഹ അനുഗ്രഹസ്തു കർത്തവ്യോ മയി ദീനേ ദയാപരേഹി. നാരദൻ പറഞ്ഞു: സങ്കടപ്പെട്ടിരിക്കുന്ന ഈ സമയത്തിൽ മഹാഭാഗ്യത്താൽ നിങ്ങളോടുകൂടെ സംഗമം സിദ്ധിച്ചു. ഹേ കുമാരന്മാരെ, എൻ്റെ മേൽ കാരുണ്യമുണ്ടായിട്ട് ഞാൻ ചോദിക്കുന്നതായ ഈ സംഗതിക്ക് ശീഘ്രം മറുപടി പറയണം. നിങ്ങളെല്ലാവരും യോഗികളും ബുദ്ധിമാന്മാരും മഹാകീർത്തിശാലികളും എന്നും 5 വയസ്സിൽ നിന്ന് അതിക്രമിക്കാത്ത വിധം നിർവികാര ശരീരന്മാരും പൂർവം ജനിച്ചവരും എപ്പോഴും വൈകുണ്ഠത്തിൽ വസിക്കുന്നവരും ഹരികീർത്തനത്തിൽ താൽപ്പര്യമുള്ളവരും ഭഗവാന്റെ അവതാര ലീലാമൃത രസത്തെ പാനം ചെയ്ത് സന്തോഷിക്കുന്നവരും ഹരികഥ കൊണ്ടുതന്നെ ജീവിതം നയിക്കുന്ന സ്വഭാവമുള്ളവരും നിത്യം ഹരിനാമ സങ്കീർത്തന മാഹാത്മ്യത്താൽ സകലരെയും ബാധിക്കുന്നതായ ജരയുടെ ബാധയില്ലാത്തവരുമാകുന്നു. നിങ്ങളുടെ മഹിമ വാക്കിനു വിഷയമല്ലാത്തതാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പുരികങ്ങളുടെ ചലനമാത്രത്താൽ ശ്രീഹരിയുടെ ദ്വാരപാലകന്മാരായിരുന്ന ജയവിജയന്മാർ ഭൂമിയിൽ ജനിക്കേണ്ടവരായി ഭവിച്ചു. നിങ്ങളുടെ കാരുണ്യത്താൽ തന്നെ 3 ജന്മം കൊണ്ട് പിന്നെയും അവർക്ക് വൈകുണ്ഠസ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഇത്ര മഹാന്മാരായിരിക്കുന്ന നിങ്ങളുടെ ദർശനം ഈ ബദര്യാശ്രമത്തിൽ സിദ്ധിച്ചത് എൻ്റെ മഹാഭാഗ്യം കൊണ്ടുതന്നെയാകുന്നു. ദുഃഖിതനായ എന്നെ ദയാലുക്കളായ നിങ്ങൾ അനുഗ്രഹിക്കണം. അശരീരഗിരോക്തം യത്തത് കിം സാധനമുച്യതാം അനുഷ്ഠേയം കഥം താവത് പ്രബ്രുവന്തു സവിസ്തരം. ഭക്തിജ്ഞാനവിരാഗാണാം സുഖമുത്പദ്യതേ കഥം സ്ഥാപനം സർവവർണ്ണേഷു പ്രേമപൂർവം പ്രയത്നതഃ. നിങ്ങൾ എന്നിൽ ചെയ്യേണ്ടതായ അനുഗ്രഹം എന്താണെന്ന് ഞാൻ പറയാം. അശരീരി വാക്കിൽ നിന്നും കേട്ടതായ ആ സൽക്കർമ്മം എന്താണെന്നും അതിനെ ഞാൻ എങ്ങനെ അനുഷ്ഠിക്കണമെന്നും വിസ്തരിച്ചരുളി ചെയ്യണം. ഭക്തിജ്ഞാനം വൈരാഗ്യം എന്നീ 3 പേർക്കും ഏതു വിധത്തിൽ സുഖം ലഭിക്കും? ബ്രാഹ്മണാദി സർവവർണ്ണങ്ങളിലും പ്രേമത്തോടു കൂടും വണ്ണം ആ 3 പേരെയും ഉറപ്പിക്കുവാനുള്ള മാർഗം എന്താകുന്നുവെന്ന് നിങ്ങൾ എന്നോട് ഉപദേശിക്കണം. കുമാര ഊജുഹു: മാം ചിന്താം കുരുതേ വർഷേ ഹർഷം ചിത്തേ സമാവഹ ഉപായ സുഖസാധ്യോത്ര വർത്തതേ പൂർവയേവ ഹി. അഹോ നാരദ ധന്യോസി വിരക്താനാം ശിരോമണിഃ സദാ ശ്രീകൃഷ്ണദാസാനാം അഗ്രണീര്യോഗഭാസ്കരഃ. ത്വയി ചിത്രം ന മന്തവ്യം ഭക്ത്യർത്ഥമനുവർത്തിനി ഗടതേ കൃഷ്ണദാസസ്യ ഭക്തേ സ്ഥാപനദാ സദാ. സനകാദി കുമാരന്മാർ പറഞ്ഞു: ഹേ ദേവർഷേ,
ചിന്ത വേണ്ട, മനസ്സിൽ സന്തോഷത്തോടുകൂടെ ഇരിക്കുക. ഈ ആവശ്യം സാധിപ്പാൻ പണ്ടുതന്നെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന സുഖസാധ്യമായ ഉപായമുണ്ട്. ഹേ നാരദ, അങ്ങ് ധന്യനും വിരക്തന്മാരിൽ അഗ്രഗണ്യനുമാകുന്നു. ശ്രീകൃഷ്ണദാസന്മാരുടെ സംഘത്തിൽ അങ്ങയ്ക്ക് തന്നെയാകുന്നു പൂജ്യസ്ഥാനം. ഭക്തിയോഗത്തെ പ്രകാശിപ്പിച്ച സൂര്യൻ അങ്ങുതന്നെയാകുന്നു. ഭക്തിയെ ഉറപ്പിക്കുവാനുള്ള പ്രയത്നം അങ്ങയിൽ ആശ്ചര്യമാണെന്ന് വിചാരിപ്പാൻ അവകാശമില്ല. ശ്രീകൃഷ്ണദാസനായ അങ്ങ് ഭക്തിയെ സ്ഥിരപ്പെടുത്തുവാൻ സർവദാ പ്രയത്നിക്കുന്നത് സമുചിതം തന്നെയാണ്. ഋഷിഭിർബഹവോ ലോകേ പന്ഥാന പ്രകടീകൃതാഃ ശ്രമസാധ്യാശ്ച തേ സർവേ പ്രായഃ സ്വർഗബലപ്രദാഃ വൈകുണ്ഠസാധകഃ പന്ഥാ സദുഗോപ്യോ ഹി വർത്തതേ തസ്യോപദേഷ്ടാ പുരുഷഃ പ്രായോ ഭാഗ്യേന ലഭ്യതേ സത്കർമ്മത്തവ നിർദ്ദിഷ്ടം വ്യോമവാചാ തു യത്പുരാ തദുച്യതേ ശൃണുഷ്വാദ്യ സ്ഥിരചിത്തപ്രസന്നദീഃ. സനകാദികുമാരന്മാർ പറഞ്ഞു, ലോകത്തിൽ ഋഷികൾ അനേക മാർഗങ്ങളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. അവയെല്ലാം ക്രിയാബഹുളങ്ങളാകയാൽ സാധിപ്പാൻ വളരെ കഷ്ടപ്പെടേണ്ടതായിരിക്കുന്നു. സാധിച്ചാൽ തന്നെ അവ പ്രായേണ സ്വർഗമാകുന്ന ബലത്തെ നൽകുന്നവയാകുന്നു. വൈകുണ്ഠമാകുന്ന സ്ഥാനത്തെ നൽകുന്ന മാർഗം യാതൊന്നാണോ അത് ഗോപ്യമായി തന്നെ ഇരിക്കുന്നു. ആ മാർഗത്തെ ഉപദേശിക്കുന്ന പുരുഷനെ ഭാഗ്യം കൊണ്ടേ ലഭിക്കുകയുള്ളൂ. ആകാശവാണി അങ്ങയോട് യാതൊരു സൽക്കർമ്മത്തെ ഉപദേശിച്ചുവോ ആ കർമ്മത്തിൻ്റെ സ്വരൂപത്തെ ഞങ്ങൾ പറയാം. സാവധാനനും സന്തുഷ്ടനുമായിട്ട് കേൾക്കുക. ദ്രവ്യയത്നാസ്തപോയത്ന യോഗയത്നാസ്തദാപരേ സ്വാധ്യായജ്ഞാനയത്നാശ്ച തേതു കർമ്മവിസൂചകാഃ. ഋഷികൾ പറഞ്ഞിട്ടുള്ള ബഹുമാർഗങ്ങളെപ്പറ്റി പറയുന്നു. ദ്രവ്യങ്ങൾ കൊണ്ട് നടത്തേണ്ടവയായ അഗ്നിഹോത്രാദികൾ, കൃച്ഛ്രം, പരാഗം, സാന്തവനം, ചാന്ദ്രായണം മുതലായ തപോരൂപങ്ങളായ യത്നങ്ങൾ, ചിത്തവൃത്തി നിരോധിത്താൽ സാധിക്കേണ്ടവയായ യോഗരൂപങ്ങളായ ജ്ഞാനങ്ങൾ, ധ്യാനം, സമാധി മുതലായവ, വേദാധ്യയന രൂപങ്ങളായ യത്നങ്ങൾ, ആത്മവിചാരം ചെയ്തു സാധിക്കേണ്ടവയായ ജ്ഞാനയത്നങ്ങൾ, ഇങ്ങനെ പല മാർഗങ്ങളെ ഋഷികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അവയെല്ലാം സാധിപ്പാൻ കഷ്ടമുള്ളവയാകുന്നു. സത്കർമ്മസൂചകോ നൂനം ജ്ഞാനയത്ന സ്മൃതോ ബുധൈഃ ശ്രീമദ്ഭാഗവതാലാഭഃ സദുഗീതശുഗാദിഭിഃ. ആത്മവിചാരം ചെയ്ത് അനാത്മാക്കളെ വേർതിരിച്ച് പരമാത്മാവിനെ അനുഭവരൂപേണ അറിയുവാനുള്ള പരിശ്രമരൂപമായ യത്നം ജന്മാന്തരത്തിൽ സൽക്കർമ്മം ചെയ്തവർക്കു മാത്രമേ ചെയ്യുവാൻ സംഗതി വരികയുള്ളൂ. ആ ജ്ഞാനയത്നമെന്ന് പറയപ്പെടുന്നത് ശ്രീമദ് ഭാഗവത കഥനം തന്നെ. ആ ഭാഗവതമാകട്ടെ ശ്രീ ശുഗാദികൾ ഗാനം ചെയ്തതാകുന്നു. ഭക്തിജ്ഞാനവിരാഗാണാം തദ്ഘോഷേണ ബലം മഹത് വ്രജിഷ്യതി ദ്വയോ കഷ്ടം സുഖം ഭക്തേർഭവിഷ്യതി. ഭാഗവത ശബ്ദശ്രവണ മാത്രത്താൽ തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഭൂലോകത്തിൽ അധിക ശക്തി ഉണ്ടാകും. ജ്ഞാനവൈരാഗ്യങ്ങളെന്ന രണ്ടുപേർക്കും കഷ്ടം കൂടാതെ ഇരിക്കാൻ സാധിക്കും. ഭക്തിക്കാകട്ടെ പരമസുഖവുമുണ്ടാകും. ഭാഗവതം ഭക്തിയെ പ്രബലപ്പെടുത്തും. അതുവഴി ജ്ഞാനവൈരാഗ്യങ്ങൾ കഷ്ടം കൂടാതെ കൈവരുമെന്ന് സാരം. പ്രളയം ഹി ഗമിഷ്യന്തി ശ്രീമദ്ഭാഗവതധ്വനേഃ കലിദോഷ ഇമേ സർവേ സിംഹശബ്ദാദൃഗാ ഇവ. ശ്രീമത്തായ ഭാഗവതത്തിൻ്റെ ശബ്ദം ഹേതുവായിട്ട്, സിംഹശബ്ദം ഹേതുവായിട്ട് ചെന്നായ്ക്കളെന്ന പോലെ കലിദോഷങ്ങൾ സകലവും നശിക്കും. ജ്ഞാനവൈരാഗ്യ സംയുക്ത ഭക്തിപ്രേമരസാവഹ പ്രതിഗേഹം പ്രതിജനം തദക്രീഡാം കരിഷ്യതി. ഭാഗവത പാരായണം നിമിത്തം പരമപ്രേമരസത്തെ അനുഭവപ്പെടുത്തുന്നതായ ഭക്തി ജ്ഞാനവൈരാഗ്യങ്ങളോട് കൂടെ ചേർന്ന് വീടുതോറും ജനംതോറും ക്രീഡിച്ചുകൊണ്ടിരിക്കും. നാരദ ഉവാച വേദവേദാന്തഘോഷൈശ്ച ഗീതപാഠൈ പ്രബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം നോദതിഷ്ഠത്രികം തു യത് ശ്രീമദ്ഭാഗവതാലാപാത് തത്കഥം ബോധമേഷ്യതി തത്കഥാസു തു വേദാർത്ഥഃ ശ്ലോകേ ശ്ലോകേ പദേ പദേ ചിന്തന്തു സംശയം ഹ്യേനം
ഭവന്തോ മോഘദർശനാഃ വിളംബോ നാത്ര കർത്തവ്യഃ ശരണാഗതവത്സലാഃ. നാരദർ പറഞ്ഞു, വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത എന്നിവയുടെ പാഠങ്ങളാൽ ഉണർത്തുവാൻ പരിശ്രമിച്ചിട്ടും കൂടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന 3 പേർ വേണ്ടതുപോലെ ഉണരാതിരിക്കുന്ന സ്ഥിതിക്ക് ശ്രീമദ് ഭാഗവത കഥനത്താൽ എങ്ങനെ ഉണരും? ഭാഗവത കഥകളിലാകട്ടെ ഓരോ ശ്ലോകത്തിലും ഓരോ പദത്തിലും വേദാർത്ഥത്തെ തന്നെയല്ലേ പ്രതിപാദിച്ചിരിക്കുന്നത്. വേദങ്ങളെ തന്നെ ഉച്ചരിച്ചിട്ടും ഉണരാത്ത ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വേദാർത്ഥത്തെ പ്രതിപാദിക്കുന്ന ഭാഗവത പാരായണത്താൽ എങ്ങനെ ഉണരുമെന്നുള്ള സംശയം തീരുന്നില്ല. ശരണാഗതന്മാരെ കരുണയുള്ളവരായ ഭവാന്മാർ എൻ്റെ സംശയത്തെ തീർത്തരുളണം. കുമാര ഊജുഹു. വേദോപനിഷദാം സാരാത് ജാതാ ഭാഗവതീ കഥാ അത്യുത്തമ തതോപാധി പൃഥഗ്ഭൂതാ ഫലോന്നതീഹി. കുമാരന്മാർ പറഞ്ഞു, നാരദരുടെ സംശയനിവൃത്തി വരുത്തുവാനായിട്ട് ശ്രീമദ് ഭാഗവതം വേദബാഹ്യമോ വേദാന്തർഗതമോ എന്ന സംഗതിയെ നിരൂപണം ചെയ്യുന്നു. വേദബാഹ്യമല്ല. എന്തുകൊണ്ടെന്നാൽ വേദബാഹ്യമായാൽ പ്രമാണമല്ലെന്ന് വരും. അതിനാൽ വേദബാഹ്യമല്ല. വേദാന്തർഗതവുമല്ല. എന്തുകൊണ്ടെന്നാൽ വേദപാഠങ്ങൾ ചെയ്തിട്ടും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഉണർവുണ്ടായില്ലല്ലോ. അതുകൊണ്ട് വേദാന്തർഗതമെന്നും പറഞ്ഞുകൂടാ. പിന്നെയോ വേദങ്ങളുടെയും വേദങ്ങളിൽ ജ്ഞാനകാണ്ഡമെന്ന് പ്രസിദ്ധപ്പെട്ടിരിക്കുന്ന ബൃഹദാരണ്യം, ചാന്തോഗ്യം, തൈത്തരീയം മുതലായ ദശോപനിഷത്തുക്കളുടെയും സാരത്തിൽ നിന്നുണ്ടായതാണ് ഭാഗവത കഥ. അതുകൊണ്ട് ഭാഗവത കഥയുടെ സ്വരൂപമൊന്നു മാറി. അതുനിമിത്തം ഫലത്തിനും ഔന്നത്യം കൂടുതലായി വന്നു. അതിനാൽ ഭാഗവത കഥ അത്യുത്തമമാണെന്ന് പറയുന്നു. ആമൂലാഗ്രം രസസ്തിഷ്ഠന്നാസ്തേന സ്വാദ്യതേയത സംഭൂയ സ പൃഥഗ്ഭൂതഃ ഫലേ വിശ്വമനോഹരഃ. മൂലത്തിനും ഫലത്തിനും ഗുണവിശേഷം നിമിത്തം ഭേദമുണ്ടെന്ന് പറയുന്നു. മാവ് മുതലായ വൃക്ഷങ്ങളിലും സോമലത മുതലായ വല്ലികളിലും മൂലം മുതൽ അഗ്രം വരെ വ്യാപിച്ചുകൊണ്ട് തന്നെ രസമിരിക്കുന്നു. എങ്കിലും സർവവ്യാപകമായ ആ രസം അനുഭവപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. സർവവ്യാപിയായ ആ രസം സാരാംശമായി പരിണമിച്ചുണ്ടാകുന്ന ബലത്തിലാകട്ടെ രസം ആസ്വാദ്യമായിരിക്കുന്നതിനാൽ ആ ബലത്തിലെ രസം സകല ജനങ്ങളെയും ആനന്ദിപ്പിക്കുന്നു, എല്ലാവരെയും വശീകരിക്കുന്നു. ആ വിധത്തിലാണ് ബലത്തിൽ രസമിരിക്കുന്നത്. എന്നാൽ ഫലത്തിലിരിക്കുന്ന രസം മാവ് മുതലായ വൃക്ഷങ്ങളിലിരിക്കുന്ന സമയം അനുഭവിച്ചാനന്ദിപ്പാൻ സാധിച്ചതുമില്ല. രസത്തിൻ്റെ ഉൽപ്പത്തിസ്ഥാനം മാവ് മുതലായ വൃക്ഷങ്ങൾ തന്നെ എന്നതിൽ സംശയമില്ല. ഫലമായി പരിണമിച്ചാൽ മാത്രമേ രസം ആസ്വാദ്യമായി ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് മൂലത്തിനും ഫലത്തിനും ഗുണവിശേഷം നിമിത്തം ഭേദം കാണപ്പെടുന്നു. യഥാ ദുഗ്ധേ സ്ഥിതം സർപ്പിർ ന സ്വാദായോപകൽപ്പതേ പൃഥഗ്ഭൂതം ഹി തദ്ദിവ്യം ദേവാനാം രസവർദ്ധനം. പാലിൽ വ്യാപിച്ചിരിക്കുന്ന നെയ്യ് അനുഭവിക്കപ്പെടുവാൻ യോഗ്യമായി ലഭിക്കുന്നില്ല. പാൽ കാച്ചി തൈരാക്കി മദനം ചെയ്തെടുത്താൽ ആ നെയ്യ് ദേവന്മാർക്ക് കൂടെ രസത്തെ വർദ്ധിപ്പിക്കുന്ന ദിവ്യ പദാർത്ഥമായിരിക്കുന്നു. നെയ്യിൻ്റെ മൂലപദാർത്ഥമായ പാലിനും നെയ്യിനും ഗുണഭേദം സ്പഷ്ടമാകുന്നുവല്ലോ. ഇക്ഷൂണാമാദിമധ്യാന്തം ശർക്കര വ്യാപിതിഷ്ഠതി പൃഥഗ്ഭൂതാജസാമിഷ്ട തഥാ ഭാഗവതീ കഥാ. കരിമ്പിൻ തണ്ടുകളുടെ അടിമുതൽ മുടിവരെ മധുരരസം വ്യാപിച്ചിരിക്കുന്നു. എങ്കിലും ആ തണ്ടുകളെ ചക്കിലിട്ടാട്ടി രസത്തെ വേർതിരിച്ച് കട്ടിയാക്കിയെടുത്ത് ശർക്കരയാക്കിയാൽ മാത്രമേ അതിസ്വാദുള്ളതായിരിക്കുന്നുള്ളൂ. അതുപോലെ വേദാന്താദികളിൽ വ്യാപിച്ചിരിക്കുന്ന രസത്തെ വേർതിരിച്ചെടുത്തുണ്ടാക്കിയ ഭാഗവത കഥ വേദാന്താദികളെക്കാൾ ഉത്തമമായിരിക്കുന്നു. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. ഭാഗവതമെന്ന് സുപ്രസിദ്ധമായ ഈ പുരാണം 4 വേദങ്ങളോട് സദൃശ്യമാകുന്നു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ ബലപ്പെടുത്തി ഉറപ്പിക്കുവാൻ വേണ്ടി വേദവ്യാസമുനി ആ 4 വേദങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന സാരത്തെ വേർതിരിച്ച് പുരാണ സ്വരൂപത്തിലാക്കി വാർത്തെടുത്തു. വേദാന്തവേദസുസ്നാദേ ഗീതായ അഭികർത്തരി പരിതാപവതീ വ്യാസേ മുഹുത്യജ്ഞാനസാഗരേ.
തഥാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോകസമന്വിതം തദീയശ്രവണാത് സദ്യോ നിർബാധോ ബാധരായണഃ തത്ര തേ വിസ്മയക്കേന യദപ്രശ്നകരോ ഭവാൻ ശ്രീമദ്ഭാഗവതം ശ്രാവ്യം ശോകദുഃഖവിനാശനം. വേദങ്ങൾ മുതലായവയിൽ നിപുണനും ഭഗവദ്ഗീത, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ മുതലായ ഉത്തമ ഗ്രന്ഥങ്ങളുടെ കർത്താവുമായ ശ്രീ വ്യാസമുനിക്ക് മനസ്സമാധാനമുണ്ടാകാതെ അജ്ഞാന സമുദ്രത്തിൽ അകപ്പെട്ടു മോഹിച്ചിരിക്കുന്ന സമയം ചതുശ്ലോകി ഭാഗവതം അങ്ങ് ഉപദേശിച്ചില്ലേ? ആ 4 പദ്യങ്ങളിലടങ്ങിയ ഭാഗവത കഥാസാരം ശ്രവിച്ച ഉടനെ തന്നെ വ്യാസൻ മനക്ലേശം തീർന്ന് സന്തുഷ്ടനായില്ലയോ? അത്രത്തോളം മാഹാത്മ്യം ഭാഗവത കഥാരസത്തിനുണ്ടെന്ന് അനുഭവപ്പെട്ടിരിക്കുന്നു. ഇത്രത്തോളം സംശയത്തിനും ആശ്ചര്യത്തിനും എന്താണ് കാരണം? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങളോട് ഈ വിധം ചോദ്യം ചെയ്തിരിക്കുന്നത്. സംശയം വേണ്ട, ശ്രീമദ് ഭാഗവത ശ്രവണത്താൽ തന്നെ മനഃപീഡയും നശിച്ച് മനുഷ്യൻ സന്തുഷ്ടനായി ഭവിക്കും. നാരദ ഉവാച യദ്ദർശനം ച വിനിഹന്ത്യശുഭാനി സദ്യഃ ശ്രേയസ്തനോതി ഭവദുഃഖദവാർദിതാനാം നിശേഷശേഷമുഖഗീതകഥൈകപാനാഃ പ്രേമപ്രകാശഹൃദയേ ശരണം ഗതോസ്മി. വിസ്മൃതമായിരിക്കുന്ന ഭാഗവത മഹിമ കുമാരോപദേശം നിമിത്തം പ്രകാശിച്ചപ്പോൾ സന്തുഷ്ടനായ നാരദർ പറയുന്നു: ആരുടെ സന്ദർശനം സംസാര ദുഃഖമാകുന്ന കാട്ടുതീയിലകപ്പെട്ടു തളരുന്ന ജനങ്ങളുടെ അശുഭങ്ങളെ നിശേഷം നശിപ്പിക്കുകയും പരമമംഗളത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നുവോ, ആദിശേഷ ഭഗവാന്റെ 1000 മുഖങ്ങളിൽ നിന്നൊഴുകുന്ന കഥാമൃതത്തെ തന്നെ നിരന്തരം പാനം ചെയ്ത് ആനന്ദിക്കുന്ന മഹാനുഭാവന്മാരായ ആ നിങ്ങളെ ഞാൻ ശരണം പ്രാപിക്കുന്നു. പരമപ്രേമലക്ഷണയായ ഭക്തിയുടെ സ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുവാൻ കരുണയുണ്ടാകണം. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യഥാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം വിദായ ഹി തതോദയതേ വിവേകഃ. സത്സംഗബലത്തെ പറയുന്നു. അനേക ജന്മങ്ങളിൽ ശ്രദ്ധാപൂർവം അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളുടെ ഫലരൂപമായ ഭാഗ്യം എപ്പോൾ ബലത്തെ കൊടുക്കുവാൻ തക്കവിധം പാകം വരുന്നുവോ അപ്പോൾ പുരുഷന് സജ്ജന സംസർഗം ലഭിക്കും. ഉടൻ തന്നെ ആത്മസ്വരൂപത്തെ അറിയാതിരുന്നത് നിമിത്തം ശരീരാദികളായ അനാത്മാക്കളിൽ ആത്മബുദ്ധി സ്വരൂപമായ ഭ്രമമാകുന്ന ഗാഢാന്ധകാരം നശിക്കും. തൽക്ഷണം തന്നെ വിവേകമാകുന്ന ആത്മജ്ഞാനമാകുന്ന സൂര്യൻ ഉദിക്കും. സാധുസംഗമം തന്നെ സംസാര ദുഃഖങ്ങളുടെ നിശേഷ നാശകാരണമെന്നതിൽ ലേശവും സംശയിപ്പാൻ അവകാശമില്ല. 3-ാമത്തെ അധ്യായം. നാരദ ഉവാച ജ്ഞാനയത്നം കരിഷ്യാമി ശുഗശാസ്ത്രകഥോജ്വലം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനാർത്ഥം പ്രയത്നതഃ യത്ര കാര്യോ മഹായത്നഃ സ്ഥലം തദ്വാച്യതാമിഹ മഹിമ ശുഗശാസ്ത്രസ്യ വക്തവ്യോ വേദപാരകൈഃ. ഭക്തിജ്ഞാനവൈരാഗ്യങ്ങളുടെ സുഖസ്ഥാപനത്തിനായിക്കൊണ്ട് ശ്രീ ശുഗമുനി അരുളിച്ചെയ്തതായ കഥയാൽ ഏറ്റവും പ്രകാശിക്കുന്നതായ ജ്ഞാനയത്നത്തെ പ്രയത്നപൂർവം ഞാൻ അനുഷ്ഠിക്കുന്നു. ഭാഗവത പാരായണാർത്ഥ നിരൂപണ രൂപമായ ആ ജ്ഞാനയത്നം നടത്തുവാൻ സമുചിതമായ സ്ഥലകാല വിധാനാദികളെക്കുറിച്ച് നാരദൻ സനകാദികളോട് ചോദിക്കുന്നു. മഹത്തായ ആ ജ്ഞാനം ചെയ്യുവാൻ സമുചിതമായ സ്ഥലം ഏതാണോ അതിനെയും ശുഗമുനി അരുളിച്ചെയ്ത ശാസ്ത്രമായ ഭാഗവതത്തിൻ്റെ മഹിമയെയും വേദപാരകന്മാരായ നിങ്ങൾ തന്നെ വിസ്തരിച്ചരുളി ചെയ്യണം. കിയദ്ഭിർദിവസൈ ശ്രാവ്യ ശ്രീമദ് ഭാഗവതീ കഥാ കോവിദിസ്തത്ര കർത്തവ്യോ മമേദം വദതാമിതഃ. ശ്രീമതിയായ ഭാഗവത കഥ എത്ര ദിവസം കൊണ്ടാണ് കേൾക്കേണ്ടത്? അതിനായിട്ട് ചെയ്യപ്പെടേണ്ടതായ വിധി എന്തെല്ലാമാണ്? ഈ സംഗതികളെ എന്നോട് അരുളി ചെയ്യണം. കുമാര ഊജുഹു ശൃണു നാരദ വക്ഷ്യാമോ വിനമ്രായ വിവേകിനെ ഗംഗാദ്വാര സമീപം തു തടമാനന്ദനാമകം നാനാ ഋഷിഗണേർജുഷ്ടം ദേവസിദ്ധ നിഷേവിതം
നാനാതരുലതാകീർണം നവകോമളവാലുഗം രമ്യമേകാന്തദേശസ്ഥം ഹൈമപത്മസുശോഭിതം യത്സമീപസ്ഥജീവാനാം വൈരം ചേതസി ന സ്ഥിതം ജ്ഞാനയത്നസ്ത്വയാ തത്ര കർത്തവ്യോ ഹ്യപ്രയത്നതഃ അപൂർവാ രസരൂപാച കഥാ തത്ര ഭവിഷ്യതി. സ്ഥലനിരൂപണത്തോടുകൂടെ ജ്ഞാനയജ്ഞാനുഷ്ഠാനക്രമത്തെയും അതിൻ്റെ ബലത്തെയും സനകാദികൾ നാരദരോട് പറയുന്നു. ഹേ നാരദ, കേൾക്കുക. വിനയവും വിവേകവുമുള്ള അങ്ങയോട് ഞങ്ങൾ പറയാം. ഹരിദ്വാരത്തിൻ്റെ സമീപത്തിൽ ആനന്ദമെന്നു പേരായ തടമുണ്ട്. അവിടെ നാനാമുനിജനങ്ങൾ വന്നു സേവിക്കും. ദേവന്മാർ, സിദ്ധന്മാർ എന്നിവരും അവിടെ സേവിപ്പാൻ വരും. അനേക വൃക്ഷലതാദികൾ വ്യാപിച്ചിരിക്കുന്ന മൃദുലവും പുതിയതുമായ മണൽത്തിട്ട അവിടെ കാണപ്പെടും. അതിമനോഹരവും ജനബാധയില്ലാത്തതുമായ സ്ഥലമാണത്. സ്വർണ്ണ താമരപ്പൂക്കൾ വികസിച്ചു നിൽക്കുന്നതിനാലുള്ള ശോഭ എത്രയും കൗതുകമായിരിക്കും. ആ സ്ഥലത്തിൻ്റെ സമീപത്തിൽ വസിക്കുന്ന യാതൊരു ജീവികളുടെയും മനസ്സിൽ വൈരമുണ്ടായിരിക്കയില്ല. അത്രത്തോളം മാഹാത്മ്യമുള്ള ആ സ്ഥലത്തിൽ ജ്ഞാനയത്നം നടത്തുക. അവിടെ അതിന് പ്രയത്നവും ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ രസാവഹവും അപൂർവവുമായ കഥാപ്രസംഗം അവിടെ നടന്നുകൊണ്ടു തന്നെ ഇരിക്കും. പുരസ്തം നിർബലം ചൈവ ജരാജീർണകളേവരം തദ്വയം ച പുരസ്കൃത്യ ഭക്തിസ്തത്രാഗമിഷ്യതി എത്ര ഭാഗവതീ വാർത്ത തത്ര ഭക്ത്യാധികം വ്രജേത് കഥാശബ്ദം സമാകർണ്യ തത്രികം തരുണായതേ. ജരയാൽ ജീർണിച്ച ശരീരങ്ങളോടുകൂടെ സഞ്ചരിപ്പാൻ ശക്തിയില്ലാതെ മുൻഭാഗത്ത് തളർന്നു കിടക്കുന്ന ജ്ഞാനവൈരാഗ്യന്മാരാകുന്ന 2 പുത്രന്മാരോട് ചേർന്ന് ഭക്തി അവിടെ ആഗമിക്കും. ഭാഗവത കഥാപ്രസംഗം ഏതു ദിക്കിൽ നടക്കുന്നുവോ ആ ദിക്കിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെന്ന 3 പേർ വരാതിരിക്കയില്ല. സൂത ഉവാച ഏവമുക്ത്വാ കുമാരാസ്തേ നാരദേന സമം തതഃ ഗംഗാതടം സമാജഗ്മുഹു കഥാപാനായ സത്വരാഹ. ഇപ്രകാരം പറഞ്ഞ ശേഷം സനകാദി മുനിമാർ നാരദനോട് ചേർന്ന് ബദരിയാശ്രമത്തിൽ നിന്നും ഹരിദ്വാരത്തിലേക്ക് അവിടെ സമാഗമിക്കുന്ന ജനങ്ങളോട് ചേർന്ന് ഭാഗവത കഥാരസത്തെ ആസ്വദിക്കണമെന്ന ശ്രദ്ധയോടുകൂടെ അതിവേഗം പോയി എന്ന് സൂതൻ ശൗനകാദികളോട് പറയുന്നു. യഥായാഥാസ്തടം തേതു തഥാ കോലാഹലോപ്യഭൂത് ഭൂർലോകേ ദേവലോകേ ച ബ്രഹ്മലോകേ തഥൈവ ച. അവർ ഗംഗാതടത്തെ എപ്പോൾ പ്രാപിച്ചുവോ അപ്പോൾ ഭൂർലോകത്തിലും ദേവലോകത്തിലും സത്യലോകത്തിലും സന്തോഷസൂചകമായ കളകള ശബ്ദമുണ്ടായി. ശ്രീമദ്ഭാഗവത പീയൂഷപാനായ രസലംബടാഹ ധാവന്തോപ്യായയൂ സർവേ പ്രഥമം ഏജ വൈഷ്ണവാഹ. രസാസ്വാദത്തിൽ അതിതൽപരന്മാരായ വൈഷ്ണവന്മാർ ശ്രീമദ് ഭാഗവതമാകുന്ന അമൃതത്തെ ആസ്വദിപ്പാനായിക്കൊണ്ട് ത്വരയോടുകൂടി ആദ്യം വന്നു ചേർന്നു. ഭൃഗുർവസിഷ്ഠശ്ച വനശ്ച ഗൗതമോ മേധാതിഥിർദേവലദേവരാദോ രാമസ്തദാഗാദിസുതശ്ച ശാകലോ മൃഗണ്ഡുപുത്രാത്രിജ പിപ്പലാദാഹ. യോഗേശ്വരോ വ്യാസപരാശരൗജ ഛായാശുഗോ ജാജലിജന്നമുഖ്യാഃ സർവേപ്യമീ മുനിഗണാ സഹ പുത്രശിക്ഷ്യാഃ സ്വസ്ത്രീഭിരായ യുരതി പ്രണയേന യുക്താഃ. അവിടെ വന്നു ചേർന്ന മുനിമാരെ പറ്റി പറയുകയാണ്. ഭൃഗു, വസിഷ്ഠൻ, ചവനൻ, ഗൗതമൻ, മേധാതിഥി, ദേവലൻ, ദേവരാതൻ, പരശുരാമൻ, വിശ്വാമിത്രൻ, ശാകലൻ, മാർക്കണ്ഡേയൻ, ദത്താത്രേയൻ, പിപ്പലാദ ഗോത്രജാതന്മാർ, യോഗേശ്വരനെന്നു സുപ്രസിദ്ധനായ വാമദേവൻ, വ്യാസർ, പരാശരർ, ഛായാസ്വരൂപനായ ശ്രീശുകർ, ജാജലി, ജന്നു, ഈ മുനിമാരെല്ലാവരും അവരുടെ പുത്രന്മാർ, ശിഷ്യന്മാർ, ഭാര്യമാർ ഇവരോടുകൂടെ ഏറ്റവും പ്രേമയുക്തന്മാരായിട്ട് ആഗമിച്ചു. വേദാന്താനി ച വേദാശ്ച മന്ത്രസ്തന്ത്രസമൂർത്തയഃ ദശസപ്തപുരാണാനി ഷഡ്ശാസ്ത്രാണി തദായയൂഃ ഗംഗാദ്യാസരിതസ്തത്ര പുഷ്കരാദിസരാംസി ച ക്ഷേത്രാണി ച ദിശഃ സർവ ദണ്ഡകാദിവനാനി ച നഗാദയോ യയുസ്തത്ര ദേവഗന്ധർവകിന്നരാഃ ഗുരുത്വാ തത്ര നായാതാൻ ഭൃഗുഃ സംബോധ്യ ചാനയത്.
ശ്രീമദ് ഭാഗവതത്തിന് മറ്റുള്ള ഗ്രന്ഥങ്ങളെക്കാൾ ശ്രേഷ്ഠമുണ്ടെന്ന് പറയുന്നു. വേദാന്തങ്ങളെന്നു പ്രസിദ്ധങ്ങളായ 10 ഉപനിഷത്തുക്കൾ, ഋഗ്വാദികളായ 4 വേദങ്ങൾ, സഞ്ജീവനാദികളായ മന്ത്രങ്ങൾ, നാരദ പഞ്ചരാത്രാദികളായ തന്ത്രങ്ങൾ ഇവരെല്ലാം അവിടെ വന്നു. ഗ്രന്ഥരൂപങ്ങളായ ഇവയെങ്ങനെ അവിടെ വരുമെന്നു സംശയിക്കേണ്ട. ഇവയ്ക്കെല്ലാം അധിഷ്ഠാന ദേവതകളുണ്ട്. ആ ദേവതകളുടെ സ്വരൂപത്തോടുകൂടെ വന്നു. ഇതേ വിധത്തിൽ തന്നെ 17 പുരാണങ്ങൾ, ഗൗതമൻ, കണാദൻ, കപിലൻ, പതാഞ്ജലി, വ്യാസൻ, ജൈമിനി എന്നീ മുനിമാരാൽ നിശ്ചയിക്കപ്പെട്ട 6 ശാസ്ത്രങ്ങൾ, ഗംഗ മുതലായ മഹാനദികൾ, പുഷ്കരാദികളായ തടാകങ്ങൾ, കുരുക്ഷേത്രാദികളായ മഹാക്ഷേത്രങ്ങൾ, 10 ദിക്കുകൾ, ദണ്ഡകാദികളായ മഹാവനങ്ങൾ, മേരു മുതലായ മഹാദ്രികൾ, ദേവഗന്ധർവ കിന്നരന്മാർ എന്നിവരെല്ലാം അവിടെ വന്നു. ഗൃഹാദി വിഷയാസക്തി നിമിത്തം വരാതിരിക്കുന്ന പാമരന്മാരെ ഭൃഗുമഹർഷി ഉപദേശിച്ചവിടെ വരുത്തി. ലോക ഗുരുവായതുകൊണ്ട് ഭൃഗുമഹർഷി ഈ ശുഭാവസരത്തെ വ്യർത്ഥമാക്കേണ്ട, ഭാഗവത ശ്രവണം ചെയ്ത് ജന്മസാഫല്യം വരുത്തുവിൻ എന്നുപദേശിച്ചു. ദീക്ഷിത നാരദേനാഥ ദത്തമാസനമുത്തമം കുമാര വന്ദിത സർവൈർ നിഷേധു കൃഷ്ണതൽപരാഹ. അവിടെ വന്നിരിക്കുന്ന സർവരും നാരദമുനിയും ദീക്ഷിതന്മാരായ സനകാദികളെ വന്ദിച്ചു. ശ്രീകൃഷ്ണ ഭക്തന്മാരായ സർവരും നാരദമുനിയാൽ നൽകപ്പെട്ട ആസനങ്ങളിലിരുന്നു. വൈഷ്ണവാശ്ച വിരക്താശ്ച നാസിനോ ബ്രഹ്മചാരിണഃ മുഖ്യഭാഗേ സ്ഥിതാസ്തേജ തദഗ്രേ നാരദസ്ഥിതഃ. കേൾപ്പാൻ വന്നവർ ഇരുന്ന ക്രമത്തെ വിവരിക്കുകയാണ്. മുൻഭാഗത്തിൽ വിഷ്ണുവാസകന്മാരെന്നു പ്രസിദ്ധന്മാരായ വൈഷ്ണവന്മാർ, പിന്നെ വിഷയവൈരാഗ്യമുള്ള വിവേകികൾ, പിന്നെ സന്യാസികൾ, പിന്നെ ബ്രഹ്മചാരികൾ ഇവരെല്ലാം പ്രധാന സ്ഥലങ്ങളിലിരുന്നു. അവരുടെ മുൻഭാഗത്ത് നാരദമുനിയും ഇരുന്നു. ഏകഭാഗേ ഋഷിഗണാസ്തധന്യത്ര ദിവൗകസഃ വേദോപനിഷദോന്യത്ര തീർത്ഥാന്യത്ര സ്ത്രിയോന്യതഃ. ഒരു ഭാഗത്തിൽ ഋഷിഗണങ്ങൾ, മറ്റൊരു ഭാഗത്ത് ദേവഗന്ധർവ കിന്നരാദികൾ, വേറൊരു ഭാഗത്തിൽ വേദങ്ങളും ഉപനിഷത്തുക്കളും, മറ്റൊരു സ്ഥാനത്തിൽ തീർത്ഥങ്ങൾ, വേറൊരു സ്ഥലത്തിൽ സ്ത്രീകൾ, ഇങ്ങനെ എല്ലാവരും വേണ്ടുന്ന വിധം ഇരുന്നു. ജയശബ്ദോ നമഃശബ്ദഃ ശംഖശബ്ദസ്തദൈവ ച ചൂർണലാജ പ്രസൂനാനാം നിക്ഷേപസ്സു മഹാനഭൂത്. ഉടനെ ജയ ജയ നമോ നമ എന്ന ശബ്ദങ്ങളും ശംഖനാദങ്ങളും മുഴങ്ങി. അനന്തരം ഏലം, ലവംഗം, കർപ്പൂരം മുതലായ സുഗന്ധദ്രവ്യങ്ങളുടെ പൊടി, മലർ, പുഷ്പങ്ങൾ എന്നിവയെ എത്രയോ അധികം വർഷിച്ചു. വിമാനി സമാരൂഹ്യ കിയന്തോ ദേവനായകാഃ കൽപ്പവൃക്ഷപ്രസൂനൈസ്താൻ സർവാംസ്തത്ര സമാകിരൻ. വേദനായകന്മാരായ ചിലർ 7-9 നിലകളുള്ള വിമാനഭവനങ്ങളുടെ മുകളിലിരുന്നിട്ട് കൽപ്പവൃക്ഷങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച പുഷ്പങ്ങളെ അവിടെ ഇരിക്കുന്ന സർവ്വജനങ്ങളിലും വിതറി. സൂത ഉവാച ഏവം തേഷ്വേകചിത്തേഷു ശ്രീമദ്ഭാഗവതസ്യ ച മാഹാത്മ്യമൂജിരേ സ്പഷ്ടം നാരദായ മഹാത്മനേ. സൂതൻ പറഞ്ഞു, ഇപ്രകാരം കേൾപ്പാൻ വന്നിരിക്കുന്നവരെല്ലാം ഒരേ വിഷയത്തിൽ മനസ്സുവെച്ചിരിക്കുന്ന അവസരത്തിൽ മഹാത്മാവായ നാരദരോട് സനകാദികൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ സ്പഷ്ടമായി ഉപദേശിച്ചു. ബാക്കി അടുത്ത ദിവസം. ഹരി ഓം.